എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മളെ ഈ വീടും പരിസരവും കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കുറച്ച് ദിവസമായല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വിഷുവിൻ്റെ വ്ളോഗാണ് കേട്ടോ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ആ വീഡിയോയിൽ കുറേ സ്ഥലങ്ങളിൽ ശബ്ദമില്ല, മ്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ച എന്തോ ഒരു പിഴവിലായിപ്പോയതാണ് കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ആടുന്ന് 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. വേറെ നല്ല ഇവിടുന്ന് ഇപ്പോൾ അമ്മയും ഫാമിലീസും കുറച്ച് ആൾക്കാർ കൂടിയിട്ട് തിരുപ്പതി പോകുന്നുണ്ടായിരുന്നു ടൂറ്. അപ്പോൾ അച്ഛന് ജോലിക്ക് പോകണം. അച്ഛൻ ഏകദേശം രാവിലെ ഒരു 6:30 വീട്ടിൽ നിന്ന് പോകും. അപ്പോഴത്തേക്ക് അച്ഛനില്ല ഫുഡും കാര്യങ്ങളും സെറ്റാക്കണം. അതുകൊണ്ട് ഞാനും പിള്ളേരിൽ ഇവിടെ വന്നിട്ട് നിന്നിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീക്കും, 6:30 എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. വീഡിയോ എടുക്കലിറങ്ങിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഓരോരോ ഷോർട്സും കാര്യങ്ങളാണ് ഞാൻ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിനി വീഡിയോ മാറിയോ സ്ഥലം മാറിയോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. ഇത് എൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള വീടാണിത്. ഏകദേശം ഒരാഴ്ചയോളം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിനി. അമ്മ തിരിച്ചു വന്ന സമയത്ത് ഓള് തിരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ അമ്മ വന്നിട്ട് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അമ്മ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായത്. അപ്പോൾ വന്നിപ്പോൾ രാവിലെ എണീച്ചു. അടുക്കളയുടെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിട്ട് അമ്മയാണ് ചോറും കറികളും സെറ്റാക്കിയത്. 6:30 അച്ഛൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ഉള്ളിൽ എല്ലായിടത്തും അടിച്ചു, പുറത്തും എല്ലായിടത്തും മുറ്റം അടിച്ചു കേട്ടോ. അത് ഈ ശബ്ദം കേൾക്കുന്ന വേറൊന്നുമല്ല, ഇവിടെ പൊങ്ങും തെങ്ങും വാഴയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വെള്ളം അടിക്കാട്ടോ ചെയ്യുന്നത്. സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് അങ്ങനെ ആട്ടോ വെള്ളം അടിക്കുന്നത്. അപ്പോൾ രാവിലെ ഇട്ട് കുറച്ച് ഒരു ആ സമയത്ത് അത് ഓഫാക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ എല്ലാം അടിച്ച് വൃത്തിയാക്കി അതിൻ്റെ കാട്ടും കാര്യങ്ങളും അപ്പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയും കുഞ്ഞാറ്റൊന്നും ഉറങ്ങി എണീച്ചിട്ടാട്ടോ. സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ചധികം സമയം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. രാത്രിക്ക് നല്ല ചൂടല്ലേ അല്ലേ. രാവിലെ ആകുമ്പോൾ കുറച്ചധികം തണുപ്പുണ്ട്. അപ്പോഴാണ് കേട്ടോ ശരിക്കും ഉറക്കം വരുന്നത്. പിള്ളേർ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മുടിയെല്ലാം ഒന്ന് വാർന്ന് കേട്ടാ വിചാരിച്ചു. അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടായി ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഓള് വന്നിട്ടാകുമ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു മുടി ഒന്ന് മുറിച്ചിരുന്നിട്ട് ഓള് മുടി ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോൾഡർ ലെവറിന് താഴെ വരെ മാത്രമേ ഇപ്പോൾ മുടിയില്ലൂ കട്ട് ചെയ്തിട്ട്. ഞാൻ ഇടയ്ക്ക് ഇതിന് മുന്നേ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നില്ലേ, അതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി. അപ്പോൾ നമ്മൾ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും ഇപ്പോൾ ഉള്ളിലില്ല, മുടി നല്ലോണം ഊരിപ്പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒട്ടും നിൽക്കുന്നില്ല മുടി. എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് പോയി അമ്മമ്മേരെ മുടി കാണിക്കണം എന്ന്. ഇപ്പം അമ്മമ്മേരെ മുടി കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ അമ്മമ്മക്ക് നല്ല മുടിയുണ്ട് കേട്ടോ. എന്തുണ്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് അറിയില്ല. അത്യാവശ്യം മുടി എനക്കും ഉണ്ട്, അമ്മക്കുണ്ട്, മൂത്തമ്മക്കുണ്ട്, മുത്തമ്മേരെ മക്കൾക്ക് എല്ലാവർക്കും മുടിയുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എല്ലാ മുടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് അത് ഒന്ന് മുറിച്ച് വൃത്തിയാക്കി വെക്കും കേട്ടോ. എനിക്ക് നീളം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഉള്ളും കൂടി ഉണ്ടെങ്കിലല്ലേ ഒരു രസമില്ലൂ. അതുകൊണ്ടാണ് കേട്ടോ അത് മുറിച്ചത്, ഊരിയിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുഞ്ഞാറ്റി എണീച്ചിട്ടുണ്ട്. രണ്ടാളും പലരും തേച്ച് അവരെ മുടിയിലൊന്ന് വാർന്ന് കെട്ടിക്കൊടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയാട്ടെ ചെയ്യുന്നത്. കുഞ്ഞാറ്റിയാണെങ്കിൽ അവിടെ ഗുൽമാലാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓളെന്തോ മൂടി ശരിയില്ലാന്ന് തോന്നുന്നു. ചായക്ക് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടയാണ് ഉണ്ടാക്കിയത്. ഉണ്ടിയും ചെറുപയർ കറിയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയില്ലേ, ഉണ്ട നമ്മളിങ്ങോട്ടെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. ഉണ്ടക്ക് അധികം ചേരൽ നല്ല മീൻകറി, മുളിട്ട മീൻകറിയോ തേങ്ങരച്ച മീൻകറിയോ ഇട്ടെല്ലാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഞാനും കിങ്ങിനിയും കൂടി ചായ കുടിക്കുന്നുണ്ട്. പുറത്ത് ഇരുന്നിട്ട് ചമ്മണന്മാരുടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക. എനിക്ക് ചമ്മണന്മാരുടെ ഇന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. കുഞ്ഞാറ്റനെ അവിടെ ഗുൽമാലാക്കിയിട്ട് ചായ വേണ്ടാന്നെല്ലാം മറ്റേ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്ക് തന്നെ അമ്മ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിനി. അവിടെ ചായയെല്ലാം കുടിച്ചിട്ട് ഞാനും കിങ്ങിനിയും കൂടിയിട്ട് മുമ്പിലത്തെ കുറച്ച് ചെടിയെല്ലാം ഉണ്ട്, ഇതിനെല്ലാം ഒന്ന് വെള്ളം നനക്കാലോ വിചാരിച്ചിട്ട്. അപ്പുറ സൈഡ് ചുവന്ന ചെക്കിയും പിന്നെ ആ ഓറഞ്ച് കളർ ചെക്കിയും ചെമ്പരത്തിയും കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സൈഡും കുറച്ചധികം പൂവുണ്ട്. ഇപ്പോൾ പൂവെല്ലാം പോയിട്ടുണ്ട്, നല്ല ചൂട് സമയമല്ലേ. ഇപ്പം അങ്ങനെ നിൽക്കുന്നില്ല ഒന്നാമത് പൂക്കളൊന്നും. നമ്മളിടുന്ന ചെടിക്ക് വെള്ളമടിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ കുൽമാലാക്കി നേരത്തെ ചായ കുടിച്ചിട്ടല്ലോ. ഇപ്പോൾ പോയിട്ട് ഉണ്ടിയും കറിയെല്ലാം എടുത്തിട്ട് തിന്നുന്നുണ്ട്. ഒറ്റക്ക് തന്നെ ഞാൻ എടുത്തു കൊടുക്കാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിക്കൊന്നും ഉണ്ടായില്ല പെണ്ണ്. അവിടെ ഇതിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവള്. അങ്ങനെ കിങ്ങിനെ ബാക്കി ചെടിയെല്ലാം നനക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം തുണി നനക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. കുറച്ച് തുണി ഉണ്ടായിരുന്നു നനക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ എല്ലാ പണി സെറ്റാക്കി വെക്കണം. അപ്പോൾ ചെടിക്ക് വെള്ളം അടിക്കുന്നതായാലും തുണി നനക്കുന്നതായാലും വെയിൽ വരുന്നതിന് മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ പൊരി വെയിലല്ലേ, കത്തിപ്പോവും നമ്മൾ. അങ്ങനത്തെ വെയിലാണ്. അപ്പോൾ വേഗം തന്നെ ആ തുണിയെല്ലാം ഒന്ന് നനച്ചിട്ടാട്ടാ വിചാരിച്ചിട്ടുണ്ടായത്. ദിവസം മുന്നേ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റിലേറ്റീവിൻ്റെ കല്യാണമാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ തുണി ഉണ്ടായിരുന്നു നനക്കാൻ വേണ്ടി. അത് ഇന്നലെ നനച്ചു. അതിന് കുറച്ച് ബാക്കിയുള്ളതും കൂടി ആട്ടോ ഇന്ന് നനക്കുന്നത്. പിന്നെ അന്ന് ഞാൻ കല്യാണത്തിൽ സാരി ആട്ടോ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ചോദിച്ചിട്ട്. എല്ലാവരും കുറച്ചെല്ലാം അഭിപ്രായം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാരി ഉടുക്കൽ പൊതുവേ കുറവാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യമൊക്കെ സാരി ഉടുക്കാൻ അറിയില്ല.
നമ്മൾ താല്പര്യത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റുമായിരിക്കും അല്ലേ, നോക്കാത്തത് കൊണ്ടായിരിക്കും തോന്നുന്നു. മാത്രമല്ല തടിയും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, ഒന്നാമത് നീളം കുറവാണ്, നീളത്തിനനുസരിച്ച് തടിയും കൂടുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇനി അന്ന് കല്യാണത്തിന് പോകുന്ന സമയത്ത് അമ്മയാട്ടോ സാരി ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായത്. എന്താ പറയണ്ടേ, ആണ്ടിലും സംക്രാന്തിയിലും ഒരിക്കൽ മാത്രമേ എന്നെ സാരി ഉടുത്തിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും പറയും എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ സാരി ഉടുത്തൂടെ എന്ന് പറയലുണ്ട്. അങ്ങനെ ഇതാ തുണിയെല്ലാം നനച്ച് കുറേ തുണി ഉണ്ടായിന്, അപ്പോൾ അതെല്ലാം നനച്ച് ഒന്ന് പുറത്ത് ആറിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ തുണി ആറിയിടുമ്പോൾ എപ്പോഴും ക്ലിപ്പ് കുത്തിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് തുണിയെല്ലാം ഇങ്ങനെ പാറിപ്പോവും, ഭയങ്കര കാറ്റാന്ന് കേട്ടോ. പുറത്ത് നല്ല സുഖമാണ് കേട്ടോ, പുറത്ത് അങ്ങനെ ചൂടാറിയുന്നില്ല, നല്ല കാറ്റാണ്. അവിടെ പുറത്ത് സിറ്റൗട്ടിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉറങ്ങിപ്പോകും നമ്മൾ, അങ്ങനത്തെ കാറ്റാണ്. തുണിയെല്ലാം നനച്ചിട്ട് തന്നിട്ടാകുമ്പോൾ എനിക്ക് തോന്നി ഉള്ളിലൊന്ന് തുടച്ചേക്കാന്ന് തോന്നി. കുഞ്ഞോ ഇങ്ങനെ പിന്നെ ഇത് പറയേണ്ട ചളിയുമെല്ലാം ചവിട്ടി തന്നിട്ട് ഫുള്ള് ഇങ്ങനെ മണ്ണ് പോലെ കാണുന്നുണ്ട്. അങ്ങനെ രാവിലെ അടിച്ചതുകൊണ്ട് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ളിലും പിന്നെ ടി വി വെച്ചിടത്തും എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പുറത്ത് സിറ്റൗട്ടിലും കൂടി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സിറ്റൗട്ടിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് പിടിച്ചിട്ട് കാണുന്നില്ലേ, അത് ഈ മഴ പെയ്തിട്ട് ചെളി തെറിച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. മുമ്പേ ഇവിടെ ജില്ലി ഇട്ടിട്ടുണ്ടായിട്ട്, ഇപ്പോൾ മുറ്റത്ത് ജില്ലി ഇട്ടിട്ടുണ്ട്, ബേബി ജില്ലി ഇട്ടിട്ടുണ്ട്. ഇല്ലി ഇട്ടതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അങ്ങനെ വെള്ളം തെറിക്കുന്നില്ല. അപ്പോൾ മുന്നേ തെറിച്ച ആ ഒരു പാട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലാണെങ്കിൽ ടൈൽസ് എല്ലാം ഇപ്പോൾ അടുത്തായിട്ട് ഇട്ടതാണ് കേട്ടോ. മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല, ടൈൽസ് ഒന്നും സീസി ആക്കിയത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളൊന്ന് കണ്ടാലോ, പുറത്ത് ഇതുപോലത്തെ ഒരു സിറ്റൗട്ട്, അവിടെ ഒരു കസേര വെച്ചിട്ടുണ്ട്. ആടുന്ന് നേരെ പോകുന്നത്, പുറത്തുനിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പൂജാമുറിയാണ്. നമ്മളിങ്ങോട്ട് പടിഞ്ഞാറ്റ, സാക്ഷാൽ അങ്ങനെയെല്ലാം പറയലുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഏകദേശ വീടുകളിലും പിന്നെ വീടിൻ്റെ എന്താ പറയണ്ടേ, ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂജാ റൂം കാണുന്ന പോലെയാണ് ഇങ്ങോട്ടെല്ലാം ഉള്ളത് കേട്ടോ. മാത്രമല്ല പൂജാ റൂം വേറെ തന്നെ ഒരു റൂം എന്തായാലും സെറ്റാക്കി വെക്കലുണ്ട് കേട്ടോ. ചെറുങ്ങനെ ആയാലും ചെറിയൊരു റൂം പോലെ സെറ്റാക്കി വെക്കലുണ്ട്. അപ്പോൾ നേരെ കാണുന്ന പൂജാ റൂം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വലത്ത് വശത്ത് കയറി വരുമ്പോൾ ഇല്ലതാണ് ഒരു എന്താ പറയണ്ടേ ഹാള് പോലത്തെ സ്ഥലം. ഹാളിലാണെങ്കിൽ ടി വി വെച്ചിട്ടുണ്ട്, കസേരയുണ്ട്, ടേബിളുണ്ട്, പിന്നെ തുന്നുന്ന മെഷീൻ ഉണ്ട്. അതിൻ്റെ ഇപ്പുറ സൈഡ് കപ്പാട്ടിൽ കുറേ ഫോട്ടോസും പിന്നെ മൊമെൻറ്റോയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമുക്കെല്ലാം കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ആടുന്ന് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വലത്തുവശത്ത് തന്നെ ആയിട്ടാണ് ആദ്യത്തെ ഒരു റൂം വരുന്നത്. ആ റൂമിൽ ഒരു കട്ടിലുണ്ട്, പിന്നെ ഷെൽഫും പിന്നെ ഒരു സ്റ്റാൻഡും ഇത് മേശയില്ലേ അതും ഫാനും കാര്യങ്ങളാണ് കേട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. വീട്ടിൻ്റെ അകത്തിലെ കുറച്ച് കാഴ്ചകളെല്ലാം ആ സമയമാകുമ്പോഴത്തേക്ക് തലേദിവസത്തെ കല്യാണത്തിന് പോയ സാരിയും കാര്യങ്ങളും അവിടെ മടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ഒതുക്കി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ട് കേട്ടോ. ഈ റൂമിലും ഉണ്ട് കേട്ടോ കുറേ പുതപ്പും കാര്യങ്ങളും. അത് പിള്ളേരാണെങ്കിൽ എണ്ണിച്ചിട്ട് വന്നിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാ ഈ റൂമിലും പിന്നെ ഒരു കട്ടിൽ, ഒരു മേശ, പിന്നെ ഒരു ഷെൽഫ് കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടുന്ന് ഇടതുവശത്തായിട്ട് പിന്നെ ഒരു കുളിമുറിയുണ്ട്. കുളിമുറിൻ്റെ അതിൻ്റെ അകത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനും വെച്ചിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ പണ്ടേ ഉണ്ട്. ഈ വീട് കെട്ടുന്നതിന് മുന്നേ പഴയ വീടുണ്ടായിന്, അപ്പോഴേ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അവിടുന്ന് മുകളിലോട്ട് സ്റ്റെയർ ആണ്, സ്റ്റെയർ കേസ് അത് മാത്രമേ ഉള്ളൂ. സ്റ്റെയറിൻ്റെ മുകളിലത്തെ റൂമൊന്നുമില്ല കേട്ടോ, സ്റ്റെയർ മാത്രം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയാണ്. അടുക്കളയിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, മിക്സി ഉണ്ട്, പിന്നെ ഒരു സ്റ്റൗ ഉണ്ട്. പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടെല്ലാം കൊണ്ടക്കൽ ഇടുന്നതാണ്, ഇടുന്ന തന്നെ എടുത്തിട്ട് കഴിക്കൽ. പിന്നെ സ്റ്റൗവിൽ വെക്കുമ്പോൾ ഇടുന്ന തന്നെയാണ് കേട്ടോ വെക്കൽ. കൈ കഴുകുന്ന കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിവശത്ത് കുറേ അരിയും കാര്യങ്ങളെല്ലാം വെക്കുന്ന സ്ഥലം പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ വന്ന് ഞാൻ ഡോറുണ്ട്, അവിടുന്ന് നേരെ വന്ന് ഇപ്പുറത്തെ അടുക്കളയാണ് കേട്ടോ. ഇപ്പുറത്തെ അടുക്കളയുടെ അറ്റത്തായിട്ട് നമ്മളെ പുകയില്ലാത്ത അടുപ്പുണ്ട്. അതിപ്പോൾ ഈ ഇടയ്ക്ക് ആക്കിയതാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പ്. അടുപ്പിൻ്റെ സൈഡിലായിട്ട് ഓടുണ്ട്, ഉരുളിയുണ്ട്, പിന്നെ ദോശച്ചട്ടി ഉണ്ട്, പിന്നെ ചീൻചട്ടി ഉണ്ട്, പുട്ടുകുറ്റി അങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാത്രവും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ വശത്തായിട്ട് ഇത് മൺപാത്രങ്ങളും പിന്നെ നമ്മളെ കാരിയും പിന്നെ ചീൻചട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുരിയും കാര്യങ്ങളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ആടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മളെ കുടിവെള്ളമെല്ലാം ഉണ്ടാകുന്നില്ലേ, കുടിവെള്ളമെല്ലാം എടുത്തിട്ട് ആടെയാണ് കേട്ടോ വെക്കൽ. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കഴുകുന്നത്. പിന്നെ വേറൊന്നും ഇവിടെ പ്രത്യേകിച്ച് കാണാനില്ല. അപ്പോൾ പുറത്ത് നമുക്ക് മെയിനായിട്ട് അടുപ്പുണ്ട്, വിറകടുപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അടുത്താക്കിയതാണ്. അപ്പോൾ പുറത്തുള്ള അടുപ്പിൽ തന്നെയാണ് അധികം എല്ലാ കാര്യങ്ങളെല്ലാം വെക്കൽ. അപ്പോൾ ഈ അടുക്കളേൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറം ഗ്രില്ലും. നമ്മൾ ഈ ഭാഗത്തൊക്കെ എപ്പോഴും അടുക്കളേൻ്റെ ഈ വശത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാവും, ഒരു കോമൺ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പുറത്തൊരു ടോയ്ലറ്റ് പോലെ. അവിടെ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുകളിൽ. അതിൻ്റെ ഇപ്പുറം സൈഡായിട്ട് ചേരി വെച്ചിട്ടുണ്ട്. ചേരി പറഞ്ഞാൽ ചകിരി, പിന്നെ വിറക്, ഓലക്കിടി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. പിന്നെ എന്താ അത്യാവശ്യം കത്തിക്കണ്ട്. പിന്നെ തുണിയെല്ലാം അത്യാവശ്യം മഴക്കാലമെല്ലാം വരുന്ന സമയത്ത് തുണി ആറിയിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ് അത്. അതിൻ്റെ ഇപ്പുറം സൈഡിൽ കുറേ കട്ടിലുണ്ട്. ഇത് പഴയ കട്ടിലാണ്. പഴയ കട്ടിൽ പിന്നെ ഫുള്ള് പോയ സമയത്ത് അത് അവിടെ കൊണ്ടുവച്ചതാണ്. പിന്നെ തേങ്ങ, പിന്നെ തോട്ടത്തിൽ നിന്ന് പറക്കി കിട്ടിയ തേങ്ങയെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മൾ ഈ അടുപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ അടുപ്പ്, ഈ അടുപ്പ് തന്നെയാണ് അവർ കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, വിറകടുപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കെട്ടിയത് കൊണ്ട് അതാക്കിയത് കൊണ്ട് അതിലും ഇടക്കിടക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ മുൻവശത്തായിട്ട് നനക്കുന്ന കല്ല് വരുന്നുണ്ട്. പിന്നെ അതാ ഡ്രമ്മുണ്ട്, കാര്യങ്ങളുണ്ട്, വെള്ളം നിറച്ച് വെക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെല്ലാം ഫുള്ള് ഇത് ജില്ലി ഇട്ടിട്ടുള്ളതാണ്, മിറ്റമാണ്. പിന്നെ കുറേ ചെടിയും പപ്പായും പിന്നെ പേരക്കന്മാരും കവുങ്ങും പ്ലാവും തെങ്ങും അങ്ങനെയല്ല, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനല്ലേ മീൻ പെരക്കിയിട്ടുണ്ടായിട്ടാ, നല്ല മസാലയിലിട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാ. ഈ മീൻ എന്ന് പറയുന്നത് പാരമീൻ നമ്മളിങ്ങോട്ടെല്ലാം പറയും. നിങ്ങൾക്കെല്ലാം പാരാന്ന് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല. ഞാൻ അന്ന് വീഡിയോ ഇട്ട സമയത്ത് ചിലർ പറഞ്ഞു വങ്കട മീൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ഈ മീനാണെന്ന് എനിക്ക് തോന്നുന്നു. തൊലിയെല്ലാം വലിക്കേണ്ട മീനാണ്. മാഷറ മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് തലേദിവസം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ടായിനി. അപ്പോൾ അതിനെ എടുത്തിട്ടാണ് കേട്ടോ പൊരിക്കാനിട്ടിട്ടുള്ളത്. പൊരിക്കാനിടുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അമ്പലത്തെ നോട്ടീസ് എടുത്തിട്ട് ഓരോ സംശയങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാറ്റം നോക്കുമ്പോഴത്തേക്ക് കാണുന്നേ ഇല്ല. റൂമിലുണ്ട്. റൂമിൽ പോയിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്ത് വലിച്ചുകൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. എനിക്ക് പേടിയാണ് ഓരോരോന്നും എടുക്കുമ്പോൾ താഴെ വീണിട്ട് പൊട്ടുവപ്പാന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പോഴത്തേക്ക് നമ്മളെ മീനെല്ലാം റെഡി ആയിട്ട് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വിളമ്പാം നമുക്ക്. ഉച്ചയായില്ല ഏകദേശം. ചോറ് കഴിക്കണ്ടേ. പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. ഭയങ്കര വെയിലാട്ടോ മുറ്റത്ത്. പുറത്ത് നല്ല കാറ്റുണ്ട്, മുറ്റത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. ഇതാ നമ്മളെ ഉച്ചക്കത്തേക്ക് ഇതാ ചോറുണ്ട്. പിന്നെ ചീര ഉപ്പേരി അമ്മ രാവിലെ പോകുമ്പോൾ ആക്കിന്. പുളിശ്ശേരി ഇന്നലത്തെയാണ്. പയറ് കറി രാവിലെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ പിള്ളേർക്കും എനിക്കും എല്ലാം ചോറ് വിളമ്പുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ടായതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. അത് നല്ല ടേസ്റ്റ് അല്ലേ പുളിശ്ശേരി ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീൻ്റെ ഒരു തല കൂടി ഉണ്ടായിന്, അതും കൂടി ഞാൻ പൊരിച്ചിട്ടുണ്ടായിന്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് പീസാണ് കൊടുത്തത്, ഞാൻ തലയാണ് കേട്ടോ എടുത്തത്. ഞാനിതാ കിങ്ങിണിയും കുഞ്ഞാറ്റിനെയും വിളിച്ചിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ കിങ്ങിണി ചോറെടുത്തിട്ട് പോയി. അപ്പോഴത്തേക്ക് കുഞ്ഞാറ്റിയും വന്നിട്ട് ഓളും ചോറെടുത്തു. അങ്ങനെ ഞാനും ചോറെടുത്തിട്ട് പുറത്തോട്ട് പോയിട്ടാ. ഇത്ര സമയം അവരവിടെ കളിക്കുന്നുണ്ടായിനി. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ, ഞാൻ വീടിൻ്റെ ആ സമയത്ത് കാണിക്കുന്ന സമയത്തല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് പുറത്ത് പോയിട്ട് ഇരുന്ന് ചോറ് കഴിക്കാണ്ടിരുന്നു. നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കാണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റുണ്ട്, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. അകത്തിരിക്കുന്നതിനെക്കാട്ടി സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ഞാൻ ബാക്കിയുള്ള കറികളും കാര്യങ്ങളെല്ലാം ഒന്ന് ചൂടാക്കി വെച്ചു. പയറുകറി ചൂടാക്കി വെച്ചു. പിന്നെ മീൻകറിയല്ല, നമ്മളെന്താ മീൻ പൊരിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. പിന്നെ ചീര ഉപ്പേരി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ. ചോറൊന്നും ആക്കിയിട്ട്, ആ ചോറ് ഇപ്പോൾ ഇനി വൈകുന്നേരം എല്ലാവരും വന്നാൽ കഴിക്കുമല്ലോ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. ഉണ്ടിയും അങ്ങനെ തന്നെ ഉണ്ട്, അത് വേണമെങ്കിൽ ചൂടാക്കാമല്ലോ. അങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളെ ഗ്യാസ് സ്റ്റൗവില്ലേ അതും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൽ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് തുടക്കാൻ വലിയ പണിയില്ല, വേഗം തന്നെ തുടച്ചിട്ട് കിട്ടുന്നുണ്ട്, അതിന് വലിയ പണിയില്ല. അങ്ങനെ അതെല്ലാം ആക്കിയതിന് ശേഷം എന്താ കുറേ പാത്രങ്ങളെല്ലാം ഉള്ളിയേ നമ്മൾ ഒഴിച്ചു വെച്ച പാത്രങ്ങളെല്ലാം, അതെല്ലാം നല്ല വൃത്തിക്കൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്താ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടാകും. നമ്മളെ പുറത്ത് ആറിയിട്ട് തുണിയെല്ലാം ഇല്ലേ അത് ഉണങ്ങിയിട്ടുണ്ടാകും, അതെല്ലാം എടുത്ത് കൊണ്ടാക്കണം. നല്ല കാറ്റാണ് കേട്ടോ ഇങ്ങനെ വീശുന്നത്. പിന്നെ മാത്രമല്ല ആ മാവിനാന്ന് അയക്കോല് കിട്ടില്ല, മാവിലത്തെ ഉറുമ്പ് മൊത്തം ഈ അയക്കോലിൻ്റെ മുകളിലുണ്ട്. തുണിയെല്ലാം എടുക്കുമ്പോൾ അങ്ങനെ കുടഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ നമ്മളെ തുണിയെല്ലാം എടുത്ത് ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ തുണിയെല്ലാം ഓരോന്നായിട്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുവയ്ക്കാന്നുണ്ട്. പിള്ളേരുടെ ഉള്ളിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ ശേഷാട്ടോ വോയിസ് ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ബൈ.